ദുരൂഹതയേറുകയാണല്ലോ. അതിലിപ്പോൾ നമ്മളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആകെ ദുരൂഹതയാണ്. നേരത്തെ ജിമ്മി ജെയിംസ് വിശദമായി തന്നെ പറഞ്ഞല്ലോ. ദുരൂഹതയുടെ ഒരു പുകപടലം ഇങ്ങനെ പൂർണ്ണമായും ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിക്കാനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ പ്രസിഡന്റിന് ഉത്തരം പറയാൻ കഴിയുന്നതിലും അധികം ചോദ്യങ്ങൾ അതിന് മുൻപുണ്ടായിരുന്ന പ്രസിഡന്റുമാരുടെ മുന്നിലാണ് ഇപ്പോൾ അവശേഷിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം UB ഗ്രൂപ്പ് വിജയ് മല്യ സ്വർണം നൽകിയത് വഴിപാടായിട്ടാണ്. അത് സ്വർണ്ണമാണ്. അത് ചെമ്പ് കൊടുത്തിട്ടുണ്ട്. ചെമ്പ് മാത്രമല്ല, സ്വർണം കൃത്യമായി അതിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കണക്കുകളിലേക്ക് കൂടി ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ അനുവദിച്ച സമയത്ത് വരാം. ഇതിൽ 5 കിലോ 24 ക്യാരറ്റ് സ്വർണം പൊതിഞ്ഞു. അത് 2 ദ്വാരപാലക ശില്പങ്ങൾ. അതിപ്പോൾ സെന്തിൽ നാഥന്റെ പ്രതികരണം നമ്മൾ തത്സമയം ഇപ്പോൾ ഈ പരിപാടിക്കിടയിൽ തന്നെ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിച്ച് കഴിഞ്ഞതുമാണ്. അപ്പോൾ ഇതിൽ ലാഘവത്തോടെ കുറേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാകുന്നത്. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇവിടെ 30 കിലോ സ്വർണം 30.3 ആണ് പറയുന്നത്. 30 കിലോ 300 ഗ്രാം. അപ്പോൾ 30 കിലോ എന്ന് നമുക്ക് റഫ്ലി പറയാം. 30 കിലോ സ്വർണം 1900 കിലോ ചെമ്പ് ഇത്രയും ദേവസ്വം ബോർഡിന് നൽകിയതാണ്. അത് ശ്രദ്ധിക്കണം, ദേവസ്വം ബോർഡിനാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിന് വഴിപാടായി കിട്ടിയ ആ വഴിപാട് സ്വർണം, അതിൽ നിന്നാണ് ഇപ്പോൾ ഈ 5 കിലോ കാണാതായിരിക്കുന്നത്. ആ കാണാതായി എന്നുള്ളത് ഒരു ഡോക്യുമെന്റേഷനിലൂടെ ദേവസ്വം ബോർഡ് തുറന്നു പറഞ്ഞ സത്യമല്ല, കോടതി കയറിയപ്പോൾ പുറത്തു വന്ന സത്യമാണ്. അങ്ങനെ വേണം നമ്മൾ അതിനെ കാണാൻ. അപ്പോൾ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ശ്രീകോവിലിലെ മേൽക്കൂര, അതുപോലെ തന്നെ ശ്രീകോവിൽ ദ്വാരപാലക ശില്പങ്ങൾ, ഇതെല്ലാം അന്ന് കൃത്യമായി സ്വർണം പൂശലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് 1998 സെപ്റ്റംബർ മുതൽ നമ്മൾ ആർക്കൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ഒക്കെ ആയിട്ട് ഈ രേഖകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ 1998 സെപ്റ്റംബറിൽ വന്നതനുസരിച്ച് ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ, ഇത്രയും സ്വർണം പൂശിയിട്ടുണ്ട്. അന്ന് ഇല്ലാത്ത ഒരു കാര്യം ശ്രീകോവിലിന്റെ വാതിലാണ്. ആ വാതിൽ അന്ന് തൊട്ടിട്ടില്ല, അന്ന് സ്വർണം പൊതിഞ്ഞിട്ടില്ല. അന്ന് വിജയ് മല്യ സമർപ്പിച്ച സമയത്ത് ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിഞ്ഞിട്ടില്ല. 2019 ഈ നിലമ്പൂർ തേക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പുതിയ വാതിൽ വരുന്നത്. ആ വാതിലിന്റെ മോഡലാണ് ജയറാമിന്റെ അടക്കം വീടുകളിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഒറിജിനൽ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ജയറാമിന്റെ വീടുകളിലടക്കം കൊണ്ടുപോയിരിക്കുന്നത് അതിന്റെ ഒരു മോഡലാകാനാണ് സാധ്യത. കാരണം ഇയാളുടെ കയ്യിൽ ഈ ഒറിജിനൽ സ്വർണം കിട്ടി, അതുകൊണ്ട് ഇയാൾക്ക് നടക്കാനായിട്ടുള്ളൊരു സാധ്യത വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ ഇത് കടത്തിയിട്ടുണ്ട് എന്നുള്ള ഇതിലേക്ക് കാര്യങ്ങൾ ഏകദേശം എത്തുകയാണ്. അതിലൊരു ക്ലാരിറ്റി വരാനുണ്ട് എങ്കിൽ പോലും ഇവിടെ ചെമ്പ് തകിട് പാകി അതിന് മുകളിൽ സ്വർണം പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ കയ്യിലുള്ളത് ചെമ്പാണ്, സ്മാർട്ട് ക്രിയേഷൻസ് പൂശിയത് ചെമ്പാണ്, സ്വർണം അതിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് പോയിട്ടുണ്ട്. അത് പോയിരിക്കുന്നത് ഈ 98 തുടങ്ങി 99 ഇത് സമർപ്പിക്കുന്നു, അതായത് പൂർത്തിയാകുന്നു. അതിനിടയിലുള്ള ഈ 10 വർഷ കാലയളവിനിടയിൽ ഇത് കൃത്യമായി അവിടെ നിന്ന് പോയിട്ടുണ്ട്. അത് ഈ നിലമ്പൂർ തേക്കുകൊണ്ട് ഈ വാതിൽ പണിയുന്ന 20 വർഷത്തിനിടയിൽ. അപ്പോൾ ഈ നിലമ്പൂർ തേക്കുകൊണ്ട് പുതിയ വാതിൽ നിർമ്മിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് മാറ്റാൻ കഴിയുന്ന ഏറ്റവും കൃത്യമായ സമയം. അതേ സമയത്താണ് ഈ ഉണ്ണി തിരുമേനി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രംഗപ്രവേശം. അതിനു മുൻപ് ഈ പറയുന്ന ഉണ്ണി തിരുമേനി എന്നാണ് അന്ന് ഈ വ്യവസായികളുടെ കൂട്ടത്തിൽ ഈ സമർപ്പണത്തിന്റെ ലിസ്റ്റിൽ ഇയാളുടെ പേരുള്ളത്. അപ്പോൾ ഇയാളെ അവിടേക്ക് കൊണ്ടുവന്ന് ഇറക്കിയതാണോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. ഈ പറയുന്ന ഈ കഥാപാത്രത്തെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയതാണോ, അത് മറ്റു ചില ആളുകളുടെ ഒരു ബിനാമി എന്ന രീതിയിൽ വന്നതാണോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കാരണം VGK മേനോൻ അന്ന് വിജയ് മല്യ സ്വർണം സമർപ്പിച്ച കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരം പറയേണ്ട ചോദ്യമാണ്. അദ്ദേഹം CPIMന്റെ നോമിനിയായിട്ടാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്. അതുമുതൽ ഇങ്ങോട്ട് ഉത്തരം പറയണം. അല്ലാതെ ഇന്നത്തെ PS പ്രശാന്തനോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല എന്നതാണ് ഈ കാര്യത്തിലെ എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇതിലിപ്പോൾ പന്തളം കൊട്ടാര നിർവാഹക സംഘം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നടന്നിട്ടുള്ള കള്ളക്കളികൾ മുതൽ പുറത്തേക്ക് വരണം. കാരണം ഈ പറയുന്ന രീതിയിൽ നാഗരൂപങ്ങളിലും സീലിംഗിലും എല്ലായിടത്തും കൃത്യമായി സ്വർണം പൂശാൻ അന്ന് അല്ലെങ്കിൽ സ്വർണത്തിലുള്ള ഈ പറയുന്ന അമാൽഗമേഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നത് അറിയണം. കാരണം ഇത്രയും കള്ളത്തരം കാണിച്ചവർ ഈ 20 വർഷത്തിനിടയിൽ എന്തൊക്കെ കാണിച്ചു കൂടായികയില്ല. അപ്പോൾ ഈ സ്വർണം പൊതിയാൻ വഴിപാട് നൽകിയ ബാക്കി വ്യവസായികൾ, അവരെ എല്ലാവരെയും കൊണ്ടുവന്നത് ഈ ഉണ്ണി തിരുമേനിയാണ്. അപ്പോൾ ഇത്രയും പേരെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പാകത്തിൽ ഇയാളുടെ ഒരു പോർട്ട്ഫോളിയോ എന്താണ്? ഈ 2019 ശേഷമാണല്ലോ ഇയാളുടെ എല്ലാ വസ്തുവകകളിലും ഒക്കെ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായി ചില അവതാരങ്ങളുണ്ട്. മുഖ്യമന്ത്രിയിലേക്ക് ഇയാളെ എത്തിച്ച അവതാരമുണ്ട്. അപ്പോൾ CPIMന്റെ നോമിനിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ഇതെല്ലാം കണക്ട് ചെയ്ത് തന്നെ വായിക്കേണ്ട കാര്യങ്ങളാണ്. നിലവിലിപ്പോൾ തുടർ ഭരണമാണ്. 2 ടേമായിട്ട് ഇടത് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 98, 99 ഈ കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന VGK മേനോനിൽ നിന്ന് തുടങ്ങി ഇതുവരെ അന്വേഷണം എത്തിയാൽ മാത്രമേ ഇതിലൊരു ക്ലാരിറ്റി വരൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 30 കിലോ സ്വർണ്ണത്തിന്റെ രേഖയൊക്കെയുണ്ട്. മരാമത്ത് ഓഫീസിൽ നിന്ന് ആ രേഖകൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേ രേഖ ഇല്ല എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയും ഒരു കള്ളത്തരം നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ മാത്രം ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡോക്ടർ അരുൺ, ഇവിടെ സ്വകാര്യ ദർശനം നടത്തിയിട്ടുണ്ടോ? കാരണം ജയറാം വലിയ അയ്യപ്പ ഭക്തനാണ്. പക്ഷേ ജയറാം ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ഇത് കൂട്ടുപ്രതിയായിട്ട് ജയറാം അടക്കം മാറേണ്ടതുണ്ട്. കാരണം ജയറാം തൻ്റെ വീട്ടിൽ, അതായത് ശബരിമലയിൽ പോയി എല്ലാ
എല്ലാവരും ഭക്തിയോടെ കാണുന്ന ശ്രീകോവിലിന്റെ ഒരു ഭാഗം, അത് കട്ടിള അതവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇറക്കിക്കോളൂ, ഇവിടെ പൂജ ചെയ്തിട്ട് പോകാമെന്ന് പറയാൻ മാത്രം അത് എന്താണത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ജയറാം അടക്കം ഇന്ന് നമ്മുടെ ചാനലടക്കം വന്ന് പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് എത്രയോ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എത്രയോ പേർ പരിപാവനമായി കാണുന്ന ശബരിമലയിലെ ഓരോ പീസായിട്ട് അഴിച്ചെടുത്ത് ഓരോ സ്ഥലത്ത് ഈ സ്വകാര്യ പ്രദർശനം നടത്താനായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, അയാളെ ഇങ്ങനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു വിട്ടിരിക്കുന്ന ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റ് അധികൃതരും അവർക്ക് ഉത്തരം പറയേണ്ട കാര്യമാണ്. അപ്പോൾ ശബരിമലയുടെ പരിപാവനത നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇടത് സർക്കാരിന്റെ കാലത്താണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറയേണ്ട ഒരു കാര്യമായി അത് മാറുകയാണ്. ഇവിടെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന് വിലയിടുന്ന ഇടനിലക്കാരാണ്. ആഗോള അയ്യപ്പ സംഗമം ഒരു കച്ചവട ഇവന്റ് ആണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ ഈ കച്ചവടം കുറെ കാലമായി നടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് 2019 മുതൽ നടന്നിരിക്കുന്ന ഈ ഇവന്റ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ അയ്യപ്പനെ പറ്റിക്കാനൊന്നും പറ്റില്ലെന്ന്. നിങ്ങൾ അയ്യപ്പനെ കച്ചവട ചരക്കാക്കി വിൽക്കാനായിട്ട് അയ്യപ്പ സംഗമത്തിലൂടെ വരുമാനം കുറേ പേരും ഞങ്ങൾ വികസനം നടപ്പാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കും. അതിന് മുമ്പ് നടന്നതും കൂടി ഇപ്പോൾ ആരും ചോദിക്കാതെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ ഇങ്ങനെ കണ്ണി പിടിച്ച് പോകുമ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയൊന്നും മാത്രമല്ല, ഇതിന് പിന്നിൽ നിന്നിട്ടുള്ള എല്ലാവരും ഈ വിൽപ്പന ചരക്കാക്കാൻ അയ്യപ്പനെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഓരോരുത്തരും, അത് ഏത് രാഷ്ട്രീയ നേതൃത്വമായാലും അവരൊക്കെ പുറത്തേക്ക് വരണം. ജനങ്ങൾക്ക് മുന്നിൽ അവർ തുറന്ന് കാട്ടപ്പെടണം. ഈ ചെമ്പ് പാളിയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോഴാണ് മറ്റേ സ്വർണ്ണം എവിടെയെന്ന് നമ്മളടക്കം ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ആ സ്വർണ്ണം 20 കൊല്ലം കൊണ്ട് ആവിയായൊന്നും പോവില്ല. അപ്പോൾ അതിൽ കൃത്യമായ ഉത്തരം വേണ്ടതാണ്. ഇവിടെ ഹൈദരാബാദിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുവരേണ്ട വാതിൽ ബാംഗ്ലൂരിൽ പോകുന്നു, മൂവാറ്റുപുഴ പോകുന്നു, കോട്ടയത്ത് പോകുന്നു, എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ റൗണ്ട് അടിച്ച് കറക്കാനുള്ളതാണോ ഈ പറയുന്ന രീതിയിൽ അവിടെ ശ്രീകോവിലുള്ള സ്വർണ്ണപ്പാളികൾ എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ ബാക്കിയാണ്. അപ്പോൾ എന്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്? സന്നിധാനത്തുള്ള ഏത് വസ്തുവിനും അതിൻ്റെതായിട്ടുള്ളൊരു പരിഭാവനതയുണ്ട്. അപ്പോൾ അതിങ്ങനെ വിൽപ്പനച്ചരക്കാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് എന്തായാലും മാറിപ്പോകാൻ കഴിയില്ല. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം ഇതിനകത്ത് ഉത്തരവാദിയാണ്. ഒരു പി എസ് പ്രശാന്തിന്റെ മാത്രം വിശദീകരണം കൊണ്ട് ഈ കാര്യം തീരില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.